എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ച ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ വെക്കാൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ദിൽഡുബ, അതായത് നോർത്ത് ഇന്ത്യൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇങ്ങനെ ബോ വെച്ച് വായിക്കുന്ന സാരംഗിയുടെയൊക്കെ പോലെ തന്നെ സാരംഗി, ദിൽഡുബ, താർഷേണായി അങ്ങനെ ഓരോ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിൽ ദിൽഡുബയാണ് വായിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് വായിലും ഇങ്ങനെ ഇങ്ങനെ ബോ വെച്ച് ഇങ്ങനെ വായിക്കും, മടിയിൽ കാലുമ കുത്തി വെച്ചിട്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റാണ് വായിക്കുന്നത്. കാരണം ഹിന്ദുസ്ഥാനി രാഗമാണല്ലോ ഈ ദേശി. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് നമ്മുടെ കർണാടകയിലേക്ക് വന്നതാണ്. അപ്പോൾ അവരുടെ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഇതിൽ വായിച്ചിരിക്കുന്നത്. ദിൽഡുബയും പിന്നെ ഹാർമോണിയവും എല്ലാം കച്ചേരി അവർ വോക്കൽ പാടുമ്പോൾ ഹാർമോണിയാണ് ഫോളോ ചെയ്യുന്നത്, വയലിനല്ല. അപ്പോൾ ദിൽഡുബയും ഹാർമോണിയാണ് ബിറ്റ്. അപ്പോൾ ദിൽഡുബയിൽ 1 2 3 4 പനിരി മഗമരി പനിരി വലിനി പനിരി 1 2 മഗമരി 1 2. മമ പാനി നിസ നിനി നിരി മമ പാനി നിസ വലിനി മമ പാനി നിസ നിനി നിരി. അപ്പോൾ ചേർത്ത് വായിക്കാം. എന്നിട്ട് വായിക്കാം. അത്ര കഴിഞ്ഞിട്ട് ഹാർമോണിയം വരും. നിസ നിസ ധനി ധനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. സ്പീഡാണത്. നിസ നിസ ധനി ധനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. ഫാസ്റ്റാണ് വായിക്കുന്നത്. സ്ലോയിൽ പറയാം. നിസ നിസ വലിനി ധനി ധനി ചരിനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. അവിടെ വലിനി നിസ റിമ പനി സരി സ. ഒന്നിന് പറയാം. നിസ നിസ വലിനി ധനി ധനി ചരിനി പദ പദ മപ മപ റിമ റിമ സരി സരി വലിനി നിസ റിമ പനി സരി സ. താളത്ത് വരുമ്പോ നിസ നിസ ധനി ധനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. അങ്ങനെ വരും. ഒന്നിന് വായിക്കാം. അങ്ങനെയാണ് ഹാർമോണിയത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഫുൾ ബീജി വരുമ്പോൾ പനിരി 1 2 മഗമരി 1 2 മമ പാനി നിസ നിനി നിരി നിസ നിസ ധനി ധനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. ഒന്നിന് പറയാം. 3 4 പനിരി 1 2 മഗമരി 1 2 മമ പാനി നിസ നിനി നിരി 1 2 നിസ നിസ ധനി ധനി പദ പദ മപ മപ റിമ റിമ സരി സരി നിസ റിമ പനി സരി സ. അങ്ങനെ വരും. ഫ്ലൂട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കാം. 3 4. ഒന്നിന് വായിക്കാം. 1 2 3 4. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ചെറിയൊരു ഷോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അത് നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാം. അനുവലിൽ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിക്കാം. ചരണവും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ പനിരി മഗമരി എന്ന് കട്ടൂർ. അപ്പം മഗ ഈ ഏഴാമത്തെ ഹോൾ ഉണ്ടെങ്കിൽ മഗമരി എന്ന് കിട്ടും. അപ്പൊ കട്ടിങ് വരില്ല.
അല്ലെങ്കിൽ ഇങ്ങനെ വരും ഫ്ലൂട്ടിൽ. അപ്പം ഉണ്ടാവും. അപ്പോൾ കട്ടിങ് ഒഴിവാകും. അതിനാണ് 7 ഹോൾസ്. മിഡിൽ ഫ്ലൂട്ടിനെല്ലാം 7 ഹോൾസ് വേണം. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം 7 ഹോൾസിൻ്റെ ഫ്ലൂട്ടുകളാണ് മിഡിൽ ഫ്ലൂട്ട്. പിന്നെ അങ്ങോട്ട് ബേസിലേക്ക് വരുമ്പോഴാണ്, ഒന്നിൻ്റെ താഴേക്ക് പോകുമ്പോഴാണ് പിന്നെ നമ്മൾ 6 ഹോൾ, 7 ഹോൾ ഉണ്ടെങ്കിൽ 6 ഹോൾ ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരു ശ്രീ ഗുണസിംഗ് സാറും മിഡിൽ ഫ്ലൂട്ടെല്ലാം 1 തൊട്ട് അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ ഫ്ലൂട്ടുകളെല്ലാം 7 ഹോൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില കട്ടിങ് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അപ്പോൾ എല്ലാവരും മിഡിൽ ഫ്ലൂട്ടെല്ലാം 7 ഹോളുള്ള ഫ്ലൂട്ടിൽ ഈ ചെറുപേരിൽ മഗ, ഹിന്ദുസ്ഥാനിക്ക് പാ മാ എന്ന് വരും. സാ പാ വരുമ്പോൾ ഇത് മാ വരും, വലിയ മാ പ്രതിമധ്യമം. അത് ഫ്ലൂട്ടിൽ ഈ ഹോൾ വന്നാലേ കിട്ടുള്ളൂ. 2 വിരലിൽ ഗ വരും. അപ്പോൾ ഗമ ഗമ എന്നുള്ളത് അല്ല മക മകയൊക്കെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാതെ വരും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അല്ലാണ്ട് ഹിന്ദുസ്ഥാനി 6 ഹോളും കർണാടക 8 ഹോളല്ല. 8 ഹോളിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ വെറുതെ ഒരു ഹോൾ എടുക്കും. ഫുൾ ടൈം ഈ ശുദ്ധമധ്യത്തിന് വേണ്ടി ഈ വിരൽ അടച്ചു വെക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ 7 ഹോൾ വെച്ചാണ് വായിക്കാറ്. 7 ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തുള്ള സകല മ്യൂസിക്കും വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ 7 ഹോളുള്ള ഫ്ലൂട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിങ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കണം. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എൻ്റെ 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അനുകൂലമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.